ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ജോമെട്രിക് ഒപ്റ്റിക്സ്, അതായത് ഒപ്റ്റിക്സിൽ ഓൾറെഡി നമ്മൾ എന്ത് കംപ്ലീറ്റ് ചെയ്തു? യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സെക്ഷൻസ് എന്ന് പറയുന്നത് ജോമെട്രിക് ഒപ്റ്റിക്സ്, ഡിഫ്രാക്ഷൻ ആൻഡ് പോളറൈസേഷൻ ആണ്. അതിലിപ്പോൾ ജോമെട്രിക് ഒപ്റ്റിക്സിലെ സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷനും ലോസ് ഓഫ് റിഫ്ലക്ഷനും ഫെർമാറ്റ്സ് പ്രിൻസിപ്പിളും നമ്മൾ നോക്കി. ഇനി എടുക്കാൻ പോകുന്നത് റിഫ്ലക്ഷൻ ബൈ എ സിംഗിൾ സ്ഫെറിക്കൽ സർഫസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പോയിൻ്റ് ഒബ്ജക്റ്റ് ഒനെ കൺസിഡർ ചെയ്യുകയാണ്. അതിൻ്റെ ഇമേജ് ഒരു സ്ഫെറിക്കൽ മിറർ, SPM എന്ന് പറയുന്ന ഒരു സ്ഫെറിക്കൽ മിറർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഇമേജിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്ത് അപ്രോക്സിമേഷനിലാണ് കൺസിഡർ ചെയ്യുന്നത്? പാരാക്സിയൽ അപ്രോക്സിമേഷനിൽ. പാരാക്സിയൽ അപ്രോക്സിമേഷൻ എന്താണെന്നുള്ളത് തൊട്ട് മുൻപത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പോയിൻറ്റ് C എന്ന് പറയുന്നത്, അതായത് ആ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ആ പോയിൻറ്റ് C എന്ന് പറയുന്നത് നമ്മുടെ സ്ഫെറിക്കൽ മിററിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചറാണ്. ഇതിൽ നോക്കുമ്പോൾ φ1 = φ2 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അത് എന്താ പറയുക, ആംഗുലാർ അപ്രോക്സിമേഷനാണ് കേട്ടോ. ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ 8th or 9th പഠിച്ചിട്ടുണ്ടാവും മാത്തമാറ്റിക്സിൽ. അപ്പോൾ ഇതിൽ ഇമേജിൽ നിന്നും സ്ഫെറിക്കൽ സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ് y ആണ്. സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? റേഡിയസ് ഓഫ് ദി സ്ഫിയർ ആയിരിക്കും. പിന്നെ പോയിൻ്റ് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് x ആണ്. അപ്പോൾ പാരാക്സിയൽ ഇമേജ് ഫോർമേഷൻ ബൈ എ സ്ഫെറിക്കൽ റിഫ്ലക്റ്റിംഗ് സർഫസ് SPM ആണ് അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ഇതിൽ φ1 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് β - α1 എന്നാണ്. ആ φ1 വരുന്ന ആ ഒരു ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. β - α1 എന്നാണ് വരുന്നത്. അപ്പോൾ ബീറ്റയുടെ വാല്യൂ എങ്ങനെയാണ് കിട്ടുന്നത്? നിയർലി ഈക്വൽ ടു h/r ആണ്. അതെങ്ങനെയാണ്? സൈൻ ബീറ്റ എന്നുള്ളൊരു രീതിയിൽ വളരെ ചെറിയ ആംഗിളായ കാരണം സൈൻ ബീറ്റ = ബീറ്റ എന്ന് അപ്രോക്സിമേറ്റ് ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത്. സോ അത് h/r എന്ന് കിട്ടും. α1 എന്നുള്ളത് എന്താ വരുന്നത്? h/x എന്ന് കിട്ടും. സോ h/r - h/x എന്നാണ് φ1ൻ്റെ വാല്യൂ വരുന്നത്. ഇനി φ2ൻ്റെ വാല്യൂ നോക്കുമ്പോൾ φ2 = α2 - β എന്നാണ് വരുന്നത്. α2 - β. α2നെ അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ h/y എന്ന് വരും. ആൻഡ് ബീറ്റേനെ നമ്മൾ ഓൾറെഡി h/r എന്ന് എടുത്തിട്ടുണ്ട്. സോ φ1 = h/r - h/x എന്നും φ2 = h/y - h/r എന്നും കിട്ടി. ഇതിൽ എക്സും വൈയും എച്ചും ആറും എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. y എന്ന് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസ് ആണ്, o എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്, r എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. ഇതിൽ φ1 = φ2 അത് ലോ ഓഫ് റിഫ്ലക്ഷൻ ആണ്, അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് = ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ φ1 = φ2 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ഇക്വേറ്റ് ചെയ്യാം? h/r - h/x = h/y - h/r എന്ന് എടുക്കാം. ഓക്കെ, ഇതെടുത്തതിന് ശേഷം h/x + h/y, അതായത് h/x - h/xനെ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവരിക, h/rനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. സോ 2h/r = h/x + h/r എന്ന് വരും. ഹോൾ h ക്യാൻസൽ ഔട്ട് ചെയ്ത് പോവും. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 1/x + 1/y = 2/r എന്നാണ്. ഇനി P എന്ന് പറയുന്ന പോയിന്റ്, അതായത് പാരാക്സിയൽ അപ്രോക്സിമേഷൻ എടുക്കുന്ന പോയിന്റിൽ നിന്നും റൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസസ് എല്ലാം പോസിറ്റീവ് ആണെന്ന് നമ്മൾ ഓൾറെഡി എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? സൈൻ കൺവെൻഷൻ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ലെഫ്റ്റിലേക്കുള്ള വാല്യൂസ് ഒക്കെ തന്നെ നെഗറ്റീവുമാണ്. സോ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും രണ്ടും ലെഫ്റ്റിലാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ റേഡിയസ് ഓഫ് കർവേച്ചറും ലെഫ്റ്റിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം തന്നെ നെഗറ്റീവാണ്. സോ മൂന്നും നെഗറ്റീവ് ആയത് കാരണം നെഗറ്റീവ് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോവും. നമുക്ക് കിട്ടുന്ന മിറർ ഇക്വേഷൻ, ഇതൊരു മിററാണ് കേട്ടോ, മിററിലെ റിഫ്ലക്ഷനാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതിൻ്റെ മിറർ ഇക്വേഷൻ വരുന്നത് 1/u + 1/v = 2/r എന്നാണ് നമുക്ക് കിട്ടുന്ന റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മുകളിൽ കൊടുത്തിട്ടുള്ള മിറർ ഇക്വേഷൻ്റെ റിലേഷൻ നമുക്ക് താഴെ കൊടുത്തിട്ടുള്ള 2 കണ്ടീഷനിൽ ഉപയോഗിക്കാൻ പറ്റും. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് താഴെ കൊടുത്തിട്ടുള്ള ആ ഒരു ഫിഗർ, അതിൽ v <0, u <0, r <0 ആണ്. സെക്കൻഡ് കണ്ടീഷനിൽ നോക്കിക്കഴിഞ്ഞാൽ u <0 ആണ്, v <0 ആണ്, r <0 ആണ്. ഈ കണ്ടീഷനിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? മുകളിലത്തെ ഇക്വേഷൻ ഉപയോഗിക്കാം.
അടുത്തതാണ് തിൻ ലെൻസ്. തിൻ ലെൻസിൻ്റെ ഒരു കോൺസെപ്റ്റാണ് എടുക്കുന്നത് നമ്മൾ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മീഡിയത്തിനുള്ളിൽ ബൗണ്ടഡ് ആയിട്ടുള്ള 2 സ്ഫെറിക്കൽ റിഫ്രാക്റ്റിംഗ് സർഫസസ് കൺസിഡർ ചെയ്യാണ്. ഇതിനെ നമ്മൾ സ്ഫെറിക്കൽ ലെൻസ് എന്നാണ് വിളിക്കുക. ഒരു മീഡിയത്തിനുള്ളിൽ കൺഫൈൻഡ് ആയിട്ടുള്ള 2 സ്ഫെറിക്കൽ റിഫ്രാക്റ്റിംഗ് സർഫസ്, റിഫ്ലക്റ്റിംഗ് അല്ല റിഫ്രാക്റ്റിംഗ് സർഫസസ് ആണ്. ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു സംഭവത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്ഫെറിക്കൽ ലെൻസ് എന്നാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ലെൻസിൻ്റെ തിക്നെസ് ടി ആണ് എന്നുണ്ടെങ്കിൽ, ഈ ടി എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഇമേജ് ഡിസ്റ്റൻസ് ഇല്ലേ, അതായത് യുവും വിയും, അതുപോലെ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദി റിഫ്രാക്റ്റിംഗ് സർഫസ്, ഇത് 3നെയും കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്മോൾ ആയിട്ടുള്ള കണ്ടീഷൻസാണ് നമ്മൾ എപ്പോഴും എടുക്കുക. അങ്ങനെ സ്മോൾ ആയിട്ട് വരുന്ന കണ്ടീഷൻസിലാണ് നമ്മളിതിനെ തിൻ സ്ഫെറിക്കൽ ലെൻസ് എന്ന് വിളിക്കുക. ഈ ഒരു തിക്നെസ് ഇമേജ് ഡിസ്റ്റൻസിനേക്കാളും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിനേക്കാളും റേഡിയസ് ഓഫ് കർവേച്ചറിനേക്കാളും വളരെ ചെറിയൊരു വാല്യൂ വരുന്ന സമയത്താണ് നമ്മൾ ഇതിനെ തിൻ സ്ഫെറിക്കൽ ലെൻസ് എന്ന് വിളിക്കുക. അപ്പോൾ ഇതിൽ ഫിഗർ തന്നിട്ടുണ്ട്, തിക്നെസ് ടി തന്നിട്ടുണ്ട്, സെൻറ്റേഴ്സ് ഓഫ് കർവേച്ചർ C2 C1 തന്നിട്ടുണ്ട്, പോയിൻ്റ് ഒബ്ജക്ട്സ് OQ തന്നിട്ടുണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് R1 ഗ്രേറ്റർ ദാൻ 0 R2 ലെസ് ദാൻ 0 ആണ്. സെക്കൻഡ് കണ്ടീഷൻ R1 ലെസ് ദാൻ 0 R2 ഗ്രേറ്റർ ദാൻ 0. തേർഡ് കണ്ടീഷൻ R1 ലെസ് ദാൻ 0 R2 ലെസ് ദാൻ 0. ഫോർത്ത് കണ്ടീഷൻ R1 ഗ്രേറ്റർ ദാൻ 0 R2 ഗ്രേറ്റർ ദാൻ 0. ഇതിൽ നമ്മൾ ഈ തിൻ ലെൻസിൻ്റെ ആക്സസിൽ O എന്ന് പറയുന്ന, ആ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും, O എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണ്. ആ പോയിന്റിലാണ് നമ്മുടെ പോയിന്റ് ഒബ്ജക്റ്റ് O ഇരിക്കുന്നത്. ഈ ലെൻസിനെ നമ്മൾ വെച്ചിട്ടുള്ളത് N1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മീഡിയത്തിലാണ്. ആൻഡ് ഈ ഒരു മെറ്റീരിയൽ ഓഫ് ലെൻസ്, അതായത് ലെൻസിനൊരു മെറ്റീരിയൽ ഉണ്ടാവും, ആ വെച്ചിട്ടുള്ള മീഡിയത്തിനും ഒരു പെർട്ടിക്കുലർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടാവും. ആ ലെൻസ് മേക്കപ്പ് ചെയ്തിട്ടുള്ള മെറ്റീരിയലിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് N2 ആണ്. സോ N1 N2 അങ്ങനെ 2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സസ് ഇവിടെ പ്ലേയിലുണ്ട്. ഓക്കെ, ഇനി ലെഫ്റ്റ് സർഫസ് ഓഫ് ദ ലെൻസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ R1 ആണ്. റൈറ്റ് സർഫസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ R2 ആണ്. R1 പോസിറ്റീവ് ആണ്, R2 നെഗറ്റീവ് ആണ്. കാരണം R1 ലെഫ്റ്റിലാണ്. സോ R1ൻ്റെ വാല്യൂ നമ്മൾ എടുക്കുന്നത് എവിടെ നിന്നായിരിക്കും? R1ൻ്റെ വാല്യൂ നമ്മൾ എടുക്കുന്നത് റൈറ്റിലോട്ടായിരിക്കും. സോ റൈറ്റിലോട്ട് എടുക്കുന്നത് കാരണം ആ റേഡിയസ് ഓഫ് കർവേച്ചർ പോസിറ്റീവ് ആണ്. റൈറ്റിലുള്ള സർഫസിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ അളക്കുക ലെഫ്റ്റിലോട്ടാണ്. അതുകൊണ്ട് R2 നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇമേജിൻ്റെ പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമ്മൾ ഈ 2 സർഫസിനുള്ളിലും സക്സസീവ് റിഫ്രാക്ഷൻസ്, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു റിഫ്രാക്ഷൻ നടക്കും. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റ് വന്നു, ഒരു സർഫസിൽ റിഫ്രാക്ട് ചെയ്ത് മറ്റു സർഫസിൽ റിഫ്രാക്ട് ചെയ്തിട്ട് എന്നിട്ടാണ് നമുക്ക് ഇമേജ് കിട്ടുക, അല്ലേ? അപ്പോൾ ഇമേജ് ഫോംഡ് ഫ്രം ഫസ്റ്റ് സർഫസ് എന്ന് പറയുന്നത് സെക്കൻഡ് സർഫസിന് എന്തായിട്ട് ബിഹേവ് ചെയ്യും? വെർച്വൽ ഒബ്ജക്റ്റായിട്ട് ബിഹേവ് ചെയ്യും. ഈ ഒരു കാര്യമൊക്കെ, ഈ ഒരു ബേസ് കോൺസെപ്റ്റൊക്കെ നമ്മൾ +2ലും 10th പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സെക്കൻഡ് റിഫ്രാക്റ്റിംഗ് സർഫസ് അവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇമേജ് ഓഫ് ദ പോയിന്റ് O എന്ന് പറയുന്നത് എവിടെയാണ് ഫോം ചെയ്യുക? Q എന്ന് പറയുന്ന പോയിന്റിലാണ് ഫോം ചെയ്യുക. അതിൻ്റെ പൊസിഷനെ നമുക്ക് V' എന്ന് വിളിക്കാം. അതിനെ നമുക്ക് എന്ത് ഇക്വേഷൻ വെച്ച് എഴുതാൻ പറ്റും? N2/V' മൈനസ് N1/U = N2 - N1/R. R1 ഇത് ഫസ്റ്റ് സർഫസിന് സെക്കൻഡ് റിഫ്രാക്റ്റിംഗ് സർഫസ് ഇല്ലാത്ത സമയത്തെ ഇക്വേഷനാണ് കേട്ടോ അത്. ഇനി നമുക്ക് U എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ V' എന്ന് പറയുന്നത് പോസിറ്റീവ് ആവുന്നതും നെഗറ്റീവ് ആവുന്നതും എങ്ങനെയാണെന്നുള്ള സൈൻ കൺവെൻഷനാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഈ പോയിന്റ് Q ഇല്ലേ, ആ Q ഇപ്പോൾ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? വെർച്വൽ ഒബ്ജക്റ്റ് ഫോർ ദി സെക്കൻഡ് റിഫ്രാക്റ്റിംഗ് സർഫസ്. അങ്ങനെ സെക്കൻഡ് റിഫ്രാക്റ്റിംഗ് സർഫസിൻ്റെ ഒബ്ജക്റ്റായിട്ട് Q ആക്ട് ചെയ്യുന്ന സമയത്ത് ഫോം ചെയ്യുന്ന ഇമേജിൻ്റെ പൊസിഷൻ, ഫൈനൽ ഇമേജിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് I ആണ്. അതിനെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് അതിൻ്റെ ഇക്വേഷൻ വരുന്നത് N1/V മൈനസ് N2/V' = N1 - N2/R2. ഇപ്പോൾ 2 ഇക്വേഷൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഈ 2 ഇക്വേഷൻസിലും ഡിസ്റ്റൻസസ് നമ്മൾ മെഷർ ചെയ്യുന്നത് ലെൻസിൻ്റെ സെൻറ്റർ ആയിട്ടുള്ള P എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ്. ഈ P എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഡിസ്റ്റൻസ് എടുക്കാൻ കാരണം ഈ ലെൻസ് അത്രത്തോളം തിന്നാണെന്ന് കൺസിഡർ ചെയ്തിട്ടാണ് കേട്ടോ. തിക്ക് ലെൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അളക്കാൻ പറ്റില്ല, കാരണം ലെൻസിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഡിസ്റ്റൻസ് ഡിഫറൻസ് വരും. അതുകൊണ്ട് തിൻ ലെൻസ് ആയത് കാരണം P എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് അളക്കുന്നത്. ഇനി ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും തമ്മിൽ ആഡ് ചെയ്യാം.
അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 1/f ഇസ് ഈക്വൽ ടു 1/v മൈനസ് 1/u ഇസ് ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു 1/r1 മൈനസ് 1/r2. അപ്പോൾ ഇതിൽ n എന്ന് പറയുന്നത് എന്താണ്? n2/n1 അഥവാ n21 ആണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്? ഫോക്കൽ ലെങ്ത് ഓഫ് എ തിൻ സ്ഫെറിക്കൽ ലെൻസ്. അതിൻ്റെ ഇക്വേഷനാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. എഫ് എന്ന് പറയുന്നത് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ്. ഇനി നമ്മൾ ജനറൽ കേസ് ഒരു പർട്ടിക്കുലർ കേസ് കൊടുക്കണമല്ലോ. ലെൻസിനെ നമ്മൾ എയറിലാണ് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ജനറലി നമ്മൾ ലാബിലൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ എവിടെ തന്നെയാണ് വയ്ക്കാറുള്ളത്? എയറിൽ തന്നെയാണ് വയ്ക്കാറുള്ളത്. ഇതിൽ n എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ആൻഡ് 1/r1 മൈനസ് 1/r2 എന്ന് പറയുന്ന ആ ഒരു ടേം പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും. ലെൻസ് എന്തായിട്ട് ആക്ട് ചെയ്യും? കൺവേർജിങ് ലെൻസായിട്ട് ആക്ട് ചെയ്യും. സോ കൺവേർജിങ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്. ആൻഡ് ഫോർ ദാറ്റ് 1/r1 മൈനസ് 1/r2 ഷുഡ് ബി പോസിറ്റീവ്. ഇനി 1/r1 മൈനസ് 1/r2 ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണെങ്കിൽ ലെൻസ് എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു ഡൈവേർജിങ് ലെൻസായിട്ട് ആക്ട് ചെയ്യും. ഇനി അതേസമയം നമ്മളൊരു ഡബിൾ കോൺവെക്സ് ലെൻസിനെ, അതായത് കൺവേർജിങ് ആയിട്ടുള്ള ലെൻസാണ് ഡബിൾ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്, അതിനെ കൊണ്ടുപോയി നമ്മളൊരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ ദ മെറ്റീരിയൽ ഓഫ് ലെൻസിൽ കൊണ്ടുവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ n എന്തായിട്ട് മാറും? ലെസ് ദാൻ 1 ആയിട്ട് മാറും. അങ്ങനെ വരുന്ന കണ്ടീഷനിൽ നമ്മുടെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആവും. ലെൻസ് എന്തായിട്ട് ആക്ട് ചെയ്യും? ഓൾറെഡി എയറിൽ നിൽക്കുമ്പോൾ കൺവേർജിങ് ആയിട്ടുള്ള ലെൻസ് ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ ദ മെറ്റീരിയൽ ഓഫ് ലെൻസിലുള്ള മീഡിയത്തിൽ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് ഒരു ഡൈവേർജിങ് ലെൻസായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഡബിൾ കോൺകേവ് ലെൻസ് ഒരു ഡൈവേർജിങ് ലെൻസാണ്. അതേസമയം അതിനെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ ദ മെറ്റീരിയൽ ഓഫ് ദ ലെൻസിലുള്ള ഒരു മീഡിയത്തിൽ കൊണ്ടുവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു കൺവേർജിങ് ലെൻസായിട്ട് ആക്ട് ചെയ്യും. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതിൻ്റെ ഫിഗേഴ്സാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കൺവേർജിങ്, ഡൈവേർജിങ്, ഡൈവേർജിങ്, കൺവേർജിങ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒറിജിനൽ കോൺവെക്സ് ഡബിൾ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് എന്താണ്? ശരിക്ക് കൺവേർജിങ് ലെൻസാണ്. പക്ഷെ അതിനെ ഒരു വേറൊരു മീഡിയത്തിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ ദി മെറ്റീരിയൽ ഓഫ് ദ ലെൻസുള്ള മീഡിയത്തിൽ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് അത് ഡൈവേർജിങ് ലെൻസായിട്ട് ആക്ട് ചെയ്യും. എന്നാൽ ഒരു ഡബിൾ കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഡൈവേർജിങ് ലെൻസാണ്. മറിച്ച് അതിനെ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ ദ മെറ്റീരിയൽ ഓഫ് ലെൻസ് വരുന്ന ഒരു മീഡിയത്തിൽ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് അത് എന്തായിട്ട് ആക്ട് ചെയ്യും? കൺവേർജിങ് ലെൻസായിട്ട് ആക്ട് ചെയ്യും. ഇതിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേത് ഓർക്കാൻ എളുപ്പമായിരിക്കും. കൺവേർജിങ് ലെൻസിനെ കുറിച്ചും ഡൈവേർജിങ് ലെൻസിനെ കുറിച്ചും കൺഫ്യൂഷൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പഠിച്ചോളൂ. പക്ഷേ കൺഫ്യൂഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മാത്രം പഠിച്ചു വയ്ക്കുക. ഒരെണ്ണം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വൈസ് വേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേതിൻ്റെ കണ്ടീഷനും കൂടി എഴുതാൻ പറ്റും. ഓക്കെ, ഓൾ റൈറ്റ്. ഇനി അടുത്തത് പ്രിൻസിപ്പൽ ഫോസൈ ആൻഡ് ഫോക്കൽ ലെങ്ത്സ് ഓഫ് എ ലെൻസ്. ഇപ്പോൾ കൺവേർജ് ചെയ്യുന്ന ഒരു ലെൻസിന്, കൺവേർജിങ് ലെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഡബിൾ കോൺവെക്സ് ലെൻസാണ്. അതിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് ഈ ഒരു റേ അതിൻ്റെ ആക്സിസിലൂടെ പാസ് ചെയ്ത് പോയി റിഫ്രാക്ഷൻ, ലെൻസിൽ റിഫ്രാക്ഷൻ സംഭവിച്ച് തിരിച്ച് എക്സ് ആക്സിസിലൂടെ എമേർജ് ചെയ്യുന്ന പോയിൻറ്റ്, ഈ ഒരു പോയിൻറ്റിലൂടെ കടന്നു പോയി പിന്നെ തിരിച്ചത് എമേർജ് ചെയ്യുന്ന ആ കൺവേർജ് ചെയ്ത് എത്തുന്ന പോയിൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫോക്കസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? F1 എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഡിസ്റ്റൻസ് ഫ്രം ദ ലെൻസ് ആയിരിക്കും എന്ത്? ഫസ്റ്റ് ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ്. F1 എന്ന് പറയുന്നത് കൺവേർജിങ് ലെൻസിൻ്റെ നെഗറ്റീവ് ആയിരിക്കും. ഡൈവേർജിങ് ലെൻസിന് എന്തായിരിക്കും? അത് പോസിറ്റീവ് ആയിരിക്കും. അത് ക്ലിയറായി. അപ്പോൾ ഇവിടെ ഒരു പാരാക്സിയൽ ഇമേജിങ് ബൈ കൺവേർജിങ് ലെൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിൽ വാല്യൂസും കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചു നോക്കാനുള്ളൊരു പേജാണ്. പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ കൺഫ്യൂഷൻ ആവുകയുള്ളൂ കേട്ടോ. ഈ ഫസ്റ്റ് ഫോക്കൽ ലെങ്ത്തിൻ്റെ ഇക്വേഷനും സെക്കൻഡ് ഫോക്കൽ ലെങ്ത്തിൻ്റെ ഇക്വേഷനും നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ആവശ്യം വരും. അതുകൊണ്ട് അത് നോക്കിക്കോളും. ഇനിയാണ് നിങ്ങൾക്ക് ന്യൂട്ടൺസ് ഫോർമുല. നിങ്ങളുടെ എന്താ പറയുക, ജോമെട്രിക് ഒപ്റ്റിക്സിൽ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത്തിൻ്റെ ഇക്വേഷൻ ഇൻ കണക്ഷൻ വിത്ത് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് ഓൾ, പിന്നെ
ലോ ഓഫ് റിഫ്രാക്ഷൻ, അതുപോലെ സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ, പിന്നെ വരുന്നത് നിങ്ങളുടെ ഫസ്റ്റ് നിങ്ങൾ പഠിച്ചില്ലേ മിറർ ഇക്വേഷൻ. ഇത്രയും കാര്യങ്ങളാണ്. അതിനോടൊപ്പം ന്യൂട്ടൺസ് ഫോർമുലയും കൂടിയാണ് നിങ്ങൾക്ക് എന്ത് വരിക, പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ആവശ്യം വരിക. ഈ ഒരു ഫിഗർ നോക്കിക്കോളൂ. ഈ ഫിഗർ ഞാൻ ഈ ഡെറിവേഷൻ പറയുന്ന സമയത്ത് അടുത്തെങ്ങാനും വരച്ചു വെച്ചോളൂ കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല, നിങ്ങൾക്ക് അത് സിമ്പിളായിട്ട് സോൾവ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണെന്ന് പറഞ്ഞു, ക്യാപിറ്റൽ F1 ആണെന്ന് പറഞ്ഞു. ആ F1-ൽ നിന്നും നമ്മുടെ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് x1 ആണെന്ന് വിചാരിക്കുക. x1 പോസിറ്റീവാണ്. എപ്പോൾ നമ്മുടെ F1-ൻ്റെ റൈറ്റ് സൈഡിലാണ് ഒബ്ജക്റ്റ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, നെഗറ്റീവ് ആവുക എപ്പോഴാണ് F1-ൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ. ഇനി x2 എന്ന് പറയുന്നത് ഇമേജിൻ്റെ ഡിസ്റ്റൻസ് ആണ്. ഇമേജിൻ്റെ ഡിസ്റ്റൻസ് ഫ്രം വെയർ, സെക്കൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ്. അപ്പോൾ നമ്മൾ ഒരു രണ്ട് സിമിലർ ട്രയാങ്കിൾസ് എടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആംഗിൾസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുക. അപ്പോൾ രണ്ട് സിമിലർ ട്രയാങ്കിൾസ് എടുക്കുന്ന സമയത്ത് -y'/y -f1 -x1 എന്ന് കിട്ടും. അഥവാ -y'/y -f1 എന്താണ് കിട്ടിയിരിക്കുന്നത്, x2 എന്നാണ്. -x1 എന്ന് പറയുന്നത് എന്തായിരിക്കും, f2 ആയിരിക്കും. അത് കിട്ടി നമുക്ക്, x2/f2. ഇതിൽ വേർട്ടിക്കൽ ഡിസ്റ്റൻസസ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. എബവ് ദ ലൈൻ, ആക്സിസിന് എബവ് ആണ് നമ്മൾ വേർട്ടിക്കൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. ബിലോ ദ ലൈൻ ആണ് മെഷർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. സോ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്, F1 F2 = x1 x2. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ന്യൂട്ടോണിയൻ ലെൻസ് ഫോർമുല. ആ ഇക്വേഷനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. F1 F2 = x1 x2 എന്ന് പറയുന്ന ആ ഇക്വേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി ഇതൊരു ഡൈവേർജിങ് ലെൻസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ഇക്വേഷൻ x1 x2 - f² എന്നാണ് വരിക. ഇതിൽ x1ഉം x2ഉം എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈൻസ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഒബ്ജക്റ്റ് ലെഫ്റ്റ് സൈഡിൽ ഓഫ് ദ പ്രിൻസിപ്പൽ ഫോക്കസിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇമേജ് റൈറ്റ് സൈഡ് ഓഫ് ദ സെക്കൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ് ആണ് വരിക. അതുപോലെ തന്നെ നേരെ തിരിച്ച് ഓപ്പോസിറ്റ് സൈൻസ് ആയിരിക്കും x1നും x2നും. അപ്പോൾ കൺവേർജിങ് ലെൻസ് ആണെങ്കിൽ ന്യൂട്ടോണിയൻ ലെൻസ് ഫോർമുല F1 F2 = x1 x2. ഡൈവേർജിങ് ലെൻസ് ആണെങ്കിൽ ന്യൂട്ടോണിയൻ ഫോർമുല x1 x2 = -f². ഓക്കെ, ഓൾ റൈറ്റ്. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മുടെ ജോമെട്രിക് ഒപ്റ്റിക്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് മാഗ്നിഫിക്കേഷൻ ആണ്. ഇപ്പോൾ ലാറ്ററൽ ഡിസ്റ്റൻസിലുള്ള മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ടു ദാറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ് ലാറ്ററൽ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എമ്മിൻ്റെ ഇക്വേഷൻ v/u, അതായത് ഇമേജ് ഡിസ്റ്റൻസ് ബൈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, അതിനെ നമുക്ക് F2 + x2 / F1 + x1 എന്ന് എഴുതാം. അഥവാ -f1/x1 = -x2/f2 എന്ന് എഴുതാം. ഇനി എം പോസിറ്റീവായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇമേജ് ഇറക്റ്റ് ആയിരിക്കും. അതായത് മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആക്സിസിന് മുകളിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്, അതായത് റിയൽ ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അതേസമയം എം നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത് ബിലോ ദി ആക്സിസ് ആയിരിക്കും, ഇമേജ് ഇൻവേർട്ടഡ് ആയിരിക്കും, അഥവാ വെർച്വൽ ഇമേജ് ആണ് ഫോം ചെയ്യുക. ഇനിയൊരു സിംഗിൾ റിഫ്രാക്റ്റിംഗ് സർഫസിൻ്റെ മാഗ്നിഫിക്കേഷൻ, സിംഗിൾ റിഫ്രാക്റ്റിംഗ് സർഫസ് അല്ലാതെ ഡബിൾ അല്ല, സിംഗിൾ റിഫ്രാക്റ്റിംഗ് സർഫസിൻ്റെ മാഗ്നിഫിക്കേഷൻ എം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത്, ഇതൊന്നും ഡെറിവേഷനൊന്നും നിങ്ങൾ പഠിക്കേണ്ട, അതിൻ്റെ വാല്യൂ വരുന്നത് n1v/n2u എന്നാണ്. അപ്പോൾ m1ഉം m2ഉം എന്ന് പറയുന്നത് രണ്ട് റിഫ്രാക്റ്റിംഗ് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഇതിപ്പോൾ സിംഗിൾ റിഫ്രാക്റ്റിംഗ് സർഫസിൻ്റെ. ഇനി ഇത് തന്നെ നമ്മൾ രണ്ട് റിഫ്രാക്റ്റിംഗ് സർഫസ് വരുമ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ m1ൻ്റെ വാല്യൂ n1v'/n2u, m2ൻ്റെ വാല്യൂ n2/n1 × v/v'. ഇതിൽ v' എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് ദി ഇമേജ് ഫോംഡ് ഫ്രം ദ ഫസ്റ്റ് റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാഗ്നിഫിക്കേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ 2 റിഫ്രാക്റ്റിംഗ് സർഫസ് നമുക്ക് കിട്ടുക m1 m2 എന്നാണ്, അഥവാ v/u എന്നാണ് അതിൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ,
ഇതിൻ്റെ സമ്മറി ആയിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ സമ്മറിയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ലാറ്ററൽ ട്രാൻസ്വേഴ്സ് മാഗ്നിഫിക്കേഷൻ, ലാറ്ററൽ അഥവാ ട്രാൻസ്വേഴ്സ് മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ MY = F1/F2 × V/U ആണ്. ഇതിൽ MY പോസിറ്റീവ് ആണെങ്കിൽ ഇറക്റ്റ് ഇമേജ്, നെഗറ്റീവ് ആണെങ്കിൽ ഇൻവേർട്ടഡ് ഇമേജ്. MYയുടെ വാല്യൂ V/U ആണ് ഫോർ സെയിം മീഡിയം ഓൺ ബോത്ത് സൈഡ്. രണ്ട് സൈഡിലും സെയിം മീഡിയം ആണെന്നുണ്ടെങ്കിൽ ഡബിൾ റിഫ്രാക്റ്റിംഗ് സർഫസിൻ്റെ മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ എന്താണ് വരിക? V/U എന്നാണ് വരിക. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ മാഗ്നിഫിക്കേഷൻ. ഇപ്പോൾ നമ്മൾ നോക്കിയത് ലാറ്ററൽ മാഗ്നിഫിക്കേഷൻ ആണ്. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ മാഗ്നിഫിക്കേഷൻ നോക്കാം. If the object and image have small extension dx1 and dx2 respectively along the axis, the ratio of dx2/dx1 is called longitudinal magnification. അതായത് നമ്മുടെ ആക്സസിൻ്റെ എലോങ് നമ്മുടെ ഈ ഒബ്ജക്റ്റിനും ഇമേജിനും ചെറിയൊരു എക്സ്റ്റൻഷൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു മെഴുകുതിരിയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഇതിന് കുറച്ചൊരു എക്സ്റ്റൻഷൻ, ആ ഒരു വീതിക്ക് കുറച്ച് എക്സ്റ്റൻഷൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ മാഗ്നിഫിക്കേഷൻ ഉണ്ടായെന്ന് പറയുക. അതിനെടുക്കുന്ന ഇക്വേഷൻ dx2/dx1 എന്നാണ്. ഫൈനൽ ഇക്വേഷൻ ഫോർ ദിസ് ഇസ് mx = -my² × F2/F1. ഇനി ആംഗുലാർ മാഗ്നിഫിക്കേഷൻ. ആംഗുലാർ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ, ആംഗിൾസിൻ്റെ വാല്യൂസിൽ വരുന്ന ഡിഫറൻസിനെയാണ് നമ്മൾ ഈ ആംഗുലാർ മാഗ്നിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ വാല്യൂ mθ = u/v എന്നാണ്. ഇതിൽ ഫസ്റ്റ് റിലേഷൻ mx × mθ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? my എന്ന് കിട്ടും. അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ മാഗ്നിഫിക്കേഷൻ ഇൻറ്റു ആംഗുലാർ മാഗ്നിഫിക്കേഷൻ = ലാറ്ററൽ മാഗ്നിഫിക്കേഷൻ. സെക്കൻഡ് റിലേഷൻ F2/F1 = കോൺസ്റ്റൻ്റ് ആയ കാരണം mx = my², അഥവാ ലാറ്ററൽ മാഗ്നിഫിക്കേഷൻ സ്ക്വയർ ഇസ് പ്രൊപ്പോർഷണൽ ടു ലോഞ്ചിറ്റ്യൂഡിനൽ മാഗ്നിഫിക്കേഷൻ. തേർഡ് റിലേഷൻ my × mθ = എന്ത് വരും? -F1/F2. ഈ റിലേഷൻസിലെ ഫൈനൽ വാല്യൂസ് മാത്രം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അതാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുള്ളത്. ഈ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ കാര്യം ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് ഇതോടുകൂടി എന്ത് കംപ്ലീറ്റ് ആയി? ജോമെട്രിക് ഒപ്റ്റിക്സും കംപ്ലീറ്റ് ആയി. ഇനി ആകെ 2 ടോപ്പിക്സ് മാത്രമാണ് ബാക്കിയുള്ളത് ഇതിൽ, ഒപ്റ്റിക്സിൽ പോളറൈസേഷനും അതുപോലെ തന്നെ ഡിഫ്രാക്ഷനും. വേഗം തന്നെ 2-3 ക്ലാസ്സിനുള്ളിൽ തന്നെ അതും വേഗം ഞാൻ എടുത്തു തീർക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ലോ. പിന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, അത് ഫസ്റ്റ് ബാച്ചുകാർക്ക്. പിന്നെ മാത്തമെറ്റിക്കൽ ഫിസിക്സിൻ്റെ കുറച്ച് ഭാഗം എടുക്കാനുണ്ട് അവർക്ക്. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തോളാം. നിങ്ങളുടെ ബാച്ചിന്, അതായത് ഇപ്പോൾ പ്രസൻ്റ്ലി ജനുവരി വരെ ക്ലാസ്സുള്ള ബാച്ചിന് ഇനി ബാക്കി വരുന്നത് തെർമോഡൈനാമിക്സ്, അതുപോലെ മാത്തമെറ്റിക്കൽ ഫിസിക്സും കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവും നിങ്ങൾക്ക്. അങ്ങനത്തെ കുറച്ച് സെക്ഷൻസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് ബാച്ചുകാരുടെ കാര്യം കുറച്ച് 2-3 ടോപ്പിക്സും കൂടി അവർക്ക് വരുന്നുള്ളൂ. ഫസ്റ്റ് ബാച്ചിനാണ് ഇപ്പോൾ നമ്മുടെ ഓഗസ്റ്റ് ആകുമ്പോഴേക്കും ക്ലാസ് കഴിയുക. ഓഗസ്റ്റ് ആകുമ്പോഴേക്കും അവരുടെ ക്ലാസ് കഴിയും. ആഫ്റ്റർ ദാറ്റ് 2 മന്ത് ടെസ്റ്റ് സീരീസാണ്. ടെസ്റ്റ് സീരീസ് ഇത്രയും കാലം പഠിച്ച് ടെസ്റ്റ് സീരീസ് എഴുതണം. ടെസ്റ്റ് സീരീസ് എഴുതി നമ്മുടെ നോളജ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം എന്നുള്ളവർക്ക് എക്സാമിന് ഇരിക്കാം. അതിൽ ആ ടെസ്റ്റ് സീരീസിൻ്റെ 2 മാസത്തിലായിരിക്കും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് ആക്സസ് വേണമെന്നുണ്ടെങ്കിൽ ആ 2 മാസം ഇരിക്കണം. ഓക്കെ, അത് കഴിഞ്ഞാൽ വിത്ത് ദാറ്റ് മന്ത്, അതായത് നമ്മുടെ ഒക്ടോബർ ആകുമ്പോഴേക്കും അവരുടെ ക്ലാസ് കഴിയും. അവരുടെ ബാച്ച് എന്താ പറയുക, ബാച്ചിൻ്റെ ക്ലാസ് കഴിയും. പിന്നെ സപ്പോർട്ട് മാത്രമാണ് ഉണ്ടായിരിക്കുക. സപ്പോർട്ടും ആക്സസ് ടു ക്ലാസ്സസ് ആയിരിക്കും. പിന്നെ ക്ലാസ്സായിട്ട് വേറെ ഒന്നും ഉണ്ടായിരിക്കില്ല. ടിൽ യു റൈറ്റ് എക്സാംസ് നിങ്ങൾക്ക് ആക്സസ് ഉണ്ടായിരിക്കും ക്ലാസ്സിന്. ഓക്കെ, പിന്നെ സെക്കൻഡ് ബാച്ചുകാർക്ക് പിന്നെ ജാനുവരി വരെ ക്ലാസ്. ജാനുവരി വരെയുള്ള ക്ലാസ്സിൽ നവംബർ ആകുമ്പോഴേക്കും നിങ്ങളുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യും. ഡിസംബർ, ജാനുവരി ആ 2 മാസം നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് ആയിരിക്കും. ആസ് ലാസ്റ്റ് 2 മന്ത് ബാക്കി ഫസ്റ്റ് ബാച്ചിന് എക്സാംസ് ആയിരുന്നത് പോലെ നിങ്ങൾക്കും ആ ലാസ്റ്റ് 2 മാസം എക്സാംസ് ആയിരിക്കും. പിന്നെ ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. എക്സ്റ്റെൻഡ് ചെയ്യേണ്ടെന്ന് ആഗ്രഹമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആരും എക്സ്റ്റെൻഡ് ചെയ്യേണ്ട. ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു യുവർ ഡെസിഷൻ. അപ്പോൾ നമ്മൾ 2 ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തുവല്ലോ ഒപ്റ്റിക്സിൽ. അതായത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ്, അതായത് ഇൻ്റർഫറൻസിൻ്റെ സെക്ഷനും അതുപോലെ തന്നെ വേറൊരു സെക്ഷനും കൂടി കംപ്ലീറ്റ് ചെയ്തത് ജോമെട്രിക് ഒപ്റ്റിക്സ് ആണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സെക്ഷനിലാണെങ്കിലും കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്, ഈ സെക്ഷനിലാണെങ്കിലും കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇൻ്റർഫറൻസിൽ നിന്നുള്ള പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞ് ജോമെട്രിക് ഒപ്റ്റിക്കിലെ പ്രോബ്ലംസ് ചെയ്യാം. ഈ 2 പ്രോബ്ലംസും ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക്
ഡിഫ്രാക്ഷനും പോളറൈസേഷനും എടുത്ത് ആ 2 ടോപ്പിക്സിൻ്റെയും പ്രോബ്ലംസും ഇതുപോലെ തന്നെ ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെയാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. ഈ വീക്കിൽ തന്നെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യണം. ഈ വീക്കിൽ 5 ക്ലാസ് ഉണ്ടല്ലോ, അതിൽ 5 ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സാണിത്. 5 ക്ലാസ് വരാൻ കാരണം കഴിഞ്ഞ ആഴ്ചയിൽ ഒരു അവർ ക്ലാസ് പെൻഡിങ് ഉള്ളത് കൊണ്ടാണ്. നെക്സ്റ്റ് വീക്ക് തൊട്ടിട്ട് 4 hour ക്ലാസ്സസ് തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ സോ ലെറ്റ്സ് ഡു സം ക്വസ്റ്റ്യൻസ് ഫ്രം ഇൻ്റർഫെറൻസ്. Suppose in the double slit arrangement D is equal to 0.150 millimeter, D is equal to 120 centimeter, lambda is equal to 833 nanometer and Y is equal to 2 centimeter. What is the path difference delta for the rays from the 2 slits arriving at point P? B. Express this path difference in terms of lambda. Question number C. Does point P correspond to maximum, a minimum or an intermediate condition? നമുക്ക് തന്നിട്ടുള്ളതൊരു ഡബിൾ സ്ലിറ്റ് അറേഞ്ച്മെൻ്റ് ആണ്. 2 സ്ലിറ്റ്സ് ഉള്ള നമ്മുടെ യങ്സ് ഡബിൾ സ്ലിറ്റ് അറേഞ്ച്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. അതിൽ സ്മോൾ ഡിയുടെ വാല്യൂ 0.150 millimeter ആണ്, ക്യാപിറ്റൽ ഡിയുടെ വാല്യൂ 120 centimeter ആണ്, ലാംഡയുടെ വാല്യൂ 833 nanometer ആണ്, വൈയുടെ വാല്യൂ 2 centimeter ആണ്. ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് 2 സ്ലിറ്റ്സിൽ നിന്നും പി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് അവിടുത്തെ പാത്ത് ഡിഫറൻസ് ആണ്. പാത്ത് ഡിഫറൻസ് നമുക്ക് എങ്ങനെയാണ് കാണുക? ഓൾറെഡി യങ്സ് ഡബിൾ സ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡി സൈൻ തീറ്റ എന്നാണ് പാത്ത് ഡിഫറൻസ് വരുന്നത്. അതിൽ ക്യാപിറ്റൽ ഡി മച്ച് ഗ്രേറ്റർ ദാൻ വൈ ആവുന്ന സമയത്ത് തീറ്റ സ്മോൾ ആയിരിക്കും. അതുകൊണ്ട് സൈൻ തീറ്റനെ നമുക്ക് എങ്ങനെ എടുക്കാം? ടാൻ തീറ്റ എന്നായിട്ട് എടുക്കാം. ടാൻ തീറ്റ അതിൻ്റെ വാല്യൂ വരുന്നത് വൈ ബൈ ക്യാപിറ്റൽ ഡി എന്നാണ് വരുന്നത്. അതുകൊണ്ട് ഡെൽറ്റ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്മോൾ ഡി ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ഡി. അപ്പോൾ സ്മോൾ ഡിയുടെ വാല്യൂ 1.50 ഇൻറ്റു 10⁻⁴ മീറ്റർ ഇൻറ്റു 2 ഇൻറ്റു 10⁻⁻2 മീറ്റർ ഡിവൈഡഡ് ബൈ 1.2 മീറ്റർ. എല്ലാ മീറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്ത് പ്രോബ്ലം ചെയ്യുമ്പോഴും നിങ്ങൾ എല്ലാത്തിൻ്റെയും SI യൂണിറ്റ്സ് ആക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അഥവാ ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുള്ള യൂണിറ്റിലേക്ക് എല്ലാം തന്നെ മാറ്റിയിട്ട് ചെയ്യുക. അവസാനം മാറ്റിയിട്ട് കാര്യമില്ല. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എല്ലാം തന്നെ ഒരു യൂണിറ്റിലായിരിക്കണം. അല്ലാതെ 2 ചക്കയും 3 മാങ്ങയും കൂടി ആഡ് ചെയ്ത് 5 ചക്ക മാങ്ങ എന്ന് എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഡെൽറ്റയുടെ വാല്യൂ 2.5 ഇൻറ്റു 10⁻⁶ മീറ്റർ എന്ന് കിട്ടുന്നുണ്ട്. ഇനി സെക്കൻഡ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് പാത്ത് ഡിഫറൻസ് ഇൻ ടേംസ് ഓഫ് ലാംഡയാണ്. പാത്ത് ഡിഫറൻസ് ഓൾറെഡി നമുക്ക് കിട്ടി 2.50 ഇൻറ്റു 10⁻⁶ എന്നുള്ളത്. സോ ഇൻ ടേംസ് ഓഫ് ലാംഡ എഴുതുമ്പോൾ ഡെൽറ്റ ബൈ ലാംഡയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഡെൽറ്റ ബൈ ലാംഡ എന്ന് പറയുമ്പോൾ 2.50 ഇൻറ്റു 10⁻⁶ ഡിവൈഡഡ് ബൈ നമുക്ക് ലാംഡ തന്നിട്ടുണ്ട് 833 നാനോമീറ്റർ. നാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁹ ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണു. നമുക്ക് കിട്ടുന്ന വാല്യൂ 3 ആണ്. സോ ഡെൽറ്റ ഇസ് ഈക്വൽ ടു 3 ലാംഡ എന്നാണ് ഇൻ പാത്ത് ഡിഫറൻസ് ഇൻ ടേംസ് ഓഫ് ലാംഡ. ഇനി ലാസ്റ്റ് ചോദിച്ചിട്ടുള്ളത് പി എന്ന് പറയുന്ന പോയിന്റ് മാക്സിമം ആണോ മിനിമം ആണോ ഇൻ്റർമീഡിയറ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാത്ത് ഡിഫറൻസ് നമുക്ക് എന്തായിട്ടാണ് കിട്ടിയിരിക്കുന്നത്? ഒരു ഇൻറ്റിജർ മൾട്ടിപ്പിൾ ഓഫ് വേവ് ലെങ്ത് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഡെൽറ്റ ഇസ് ഈക്വൽ ടു എൻ ലാംഡ. എൻ എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇൻറ്റൻസിറ്റി എന്തായിരിക്കും? അവിടെ മാക്സിമം ആയിരിക്കും. മാക്സിമം ഇൻറ്റൻസിറ്റി പോയിൻ്റാണ് നമുക്ക് പി എന്ന് പറയുന്ന പോയിന്റിൽ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. In a Young's double slit experiment, suppose the separation between the 2 slits is D is equal to 0.320 millimeter. If a beam of 500 nanometer light strikes the slits and produces an interference pattern, how many maxima will there be in the angular range -45 degree less than theta less than 45 degree? നമുക്ക് തന്നിട്ടുള്ളത് നേരത്തെ പോലെ തന്നെ ഒരു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആണ്. ഈ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ 2 സ്ലിറ്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ ഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.320 millimeter എന്ന് തന്നിട്ടുണ്ട്. 500 നാനോമീറ്റർ, അതായത് വേവ് ലെങ്ത് 500 നാനോമീറ്റർ ഉള്ള ഒരു ലൈറ്റ് വന്ന് ഈ സ്ലിറ്റ്സിൽ സ്ട്രൈക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ ക്രിയേറ്റഡ് ആവുന്നു. ഈ ഒരു ഇൻ്റർഫറൻസ് പാറ്റേണിൽ എത്ര മാക്സിമാസ് ഉണ്ടായിരിക്കും? ഈ -45 ഡിഗ്രി ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ 45 ഡിഗ്രി എന്ന് പറയുന്ന റേഞ്ചിനുള്ളിൽ ഈ ഒരു 500 നാനോമീറ്റർ വരുന്ന സമയത്ത് എത്ര ഇൻ്റർഫറൻസ് പാറ്റേൺസ് പ്രൊഡ്യൂസ്ഡ് ആവുമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് ഇൻ്റർഫറൻസ് പാറ്റേൺ പ്രൊഡ്യൂസ്ഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം.